പിന്നെ ഓവറോൾ അറിയാമല്ലോ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ ഭയങ്കര കൂളാണ്. ഇടയ്ക്ക് ജാക്കറ്റും കൂടി ഇട്ടിട്ട് പിന്നെ സമ്മതിക്കണം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ടൂറിങ് സീറ്റ് എന്ന് പറഞ്ഞില്ലേ ഹിമാലയൻ്റെ കണ്ടോ, കുറച്ച് വ്യത്യാസമുണ്ട്. ഫോൺ കുറച്ചും കൂടി സോഫ്റ്റാണ്. ഹലോ യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുത്തേക്കുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ ടൈറ്റ് ചെയ്തതുപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ആണ്. ഐ തിങ്ക് നമ്മൾ GST പ്രൈസ് കൂടിയതിന് ശേഷം ഈ വണ്ടിയുടെ റിവ്യൂ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് വാക്ക്ഗ്രൗണ്ട് പറഞ്ഞുതരാം. എത്ര വേരിയൻറ്റ് വരുന്നുണ്ട്, അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കൊച്ചിയിൽ എത്ര വരുന്നത്, ലോസ് ഡൗൺ പേയ്മെൻറ്റ് എത്ര അടക്കണം, അതിൻ്റെ ആക്സസറീസ് എന്തൊക്കെ വരുന്നുണ്ട്, അങ്ങനെയുള്ള സകല ഡീറ്റെയിൽസും പിന്നെ നമുക്ക് കുറച്ചൊന്ന് ഓടിച്ചിട്ട് അതിന് ഓടിച്ചെന്ന് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് കൂടി ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യാം. സോ എന്നത്തെ പോലെയും ആസ് ഓൾവേസ് ബിഗ് താങ്ക്സ് ടു കൈസം മോട്ടേഴ്സ്. അവരാണ് ഒരു വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നത്. സോ എനിക്ക് എന്തെങ്കിലും എൻക്വയറീസോ അല്ലെങ്കിൽ ബുക്കിങ്ങോ ടെസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്യുക. അവരുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, ഒരു ഹ്യൂജ് ഫാൻ ബേസ് ആണ് ഈ ഒരു ഹിമാലയൻ എന്നുള്ളൊരു ടാഗിനോട്. നമ്മുടെ ഹിമാലയൻ 411 കൊണ്ടുവന്ന ഒരു ഫാൻ ബേസ് ആണ്. റഗ്ഗഡ് ആയിട്ടുള്ള ഒരു 411cc ലോങ് സ്ട്രോക്ക് എഞ്ചിൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇത് കുറച്ചും കൂടി മോഡേൺ ആണ്, കുറച്ചല്ല അതായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നല്ല മോഡേൺ ആണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്ക് എഞ്ചിനിൽ തന്നെ തുടങ്ങാം. ഒരു 452cc DOSC ലിക്വിഡ് കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഫസ്റ്റ് ടൈം ഈ റോയൽ എൻഫീൽഡ് ആദ്യത്തെ DOSC ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ എന്നുള്ളൊരു സവിശേഷതയും ഈ ഒരു വണ്ടിക്കുണ്ട്. ഇതും ഗോർലൈം ആക്ച്വലി ഒരേ സമയമാണ് ഡെവലപ്പ് ചെയ്തത്. ബട്ട് ആ ഒരു ഹ്യൂജ് ഫാൻ ബേസ് കാരണം ഈ ഒരു വണ്ടിയാണ് അവർ ആദ്യം ലോഞ്ച് ചെയ്തത്. ആ ഒരു എഞ്ചിൻ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. നിങ്ങളൊരു ടിപ്പിക്കൽ, ഞാൻ ഗോർലയുടെ വീട്ടിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു ടിപ്പിക്കൽ റോയൽ എൻഫീൽഡ് വൈബ് അന്വേഷിച്ച് വരുന്ന ഒരാളാണെങ്കിൽ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. കാരണം ഇത് അങ്ങനത്തെ ഒരു എഞ്ചിനേ അല്ല. ഇത് ശരിക്കും മോഡേൺ ആണ്. ലൈക്ക് KTM 390 അല്ലെങ്കിൽ ഡോമിനാർ ആ ഒരു ലെവലിലേക്കാണ് കുറച്ചും കൂടി ഈ ഒരു വണ്ടി ചേർന്നിരിക്കുന്നത്. കാരണം അത്ര മോഡേൺ ആയിട്ടുള്ള എഞ്ചിനാണ്. ബട്ട് റോയൽ എൻഫീൽഡ് ശരിക്കും ആ ഒരു ലോ ആൻഡ് ടോർക്കിന് വേണ്ടിയിട്ട് വണ്ടി നന്നായിട്ട് ട്യൂൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നോക്കുകയാണെങ്കിൽ അറൗണ്ട് 39.4 PS ആണ് അറ്റ് അറൗണ്ട് 8000 RPM. ഹയർ RPM ആണ് ഇരിക്കുന്നത്. ബട്ട് ഇംപ്രസീവ് എന്ന് പറയുന്നത് അതൊന്നുമല്ല, ഇതിൻ്റെ ഒരു ടോർക്ക് തന്നെയാണ് പറയണം. ഏകദേശം 40 Nm ടോർക്ക് അറ്റ് വെറും 5500 RPM. അതിൻ്റെ ഏകദേശം 50% നമുക്ക് 2500 RPM തൊട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ അടിപൊളി ലോ ആൻഡ് ടോർക്കാണ്. അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് നമുക്ക് കാണാം റൈഡ് ബൈ വയർ ആണ് വരുന്നത്. നമുക്ക് 2 മോഡ് വരുന്നുണ്ട്, എക്കോയും വരുന്നുണ്ട്, പെർഫോമൻസും വരുന്നുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസോളിൽ കാര്യങ്ങളൊന്നും വ്യത്യാസമില്ല. നമുക്ക് എക്കോ മോഡ് ആകുമ്പോഴത്തേക്കും 1, 2, 3, 4 ഗിയറിൽ ചെറിയൊരു പവർ കുറവുണ്ടാവും. പെർഫോമൻസ് മോഡിലാണ് നമുക്ക് ആ ഒരു ഫുൾ പവർ 1 to 6 ഗിയർ ഫുൾ പവർ കിട്ടുന്നത്. അതാണ് മെയിൻ വ്യത്യാസം. പിന്നെ നമുക്ക് മേറ്റ് 2 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വിത്ത് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിങ് അതൊക്കെ വരുന്നുണ്ട്. ക്ലച്ച് കുറച്ചൊന്ന് എന്താ പറയുക മീഡിയം സൈഡാണ്. ഈവൻ ദോ സ്ലിപ്പർ ക്ലച്ച് ആണെങ്കിലും റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് ഇറ്റ്സ് വെരി ലൈറ്റ്. പറയണം നമ്മൾ 100 അത്ര ലൈറ്റ് കേട്ടോ, അത് പറയണം. അതിലും പൊട്ടിക്ക് കുറച്ചൊരു ഹെവിനെസ് പോലെ തോന്നും. ബട്ട് സ്റ്റിൽ ലൈറ്റാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ഭയങ്കര ഹൈ റബ്ബിങ് ആണ് കേട്ടോ ഈ വണ്ടി. ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഐഡലിംഗ് തന്നെ ഏകദേശം 1300 RPM കയറിയിരിക്കും. നമ്മൾ പയ്യെ ക്ലച്ച് ഇടുമ്പോഴത്തേക്കും തന്നെ വണ്ടി ഓൾമോസ്റ്റ് 10 kilometers കയറും. കാരണം ചെറിയൊരു ക്രോളിംഗ് ഉണ്ട് വണ്ടിക്ക്. അറിയുമെന്ന് അറിഞ്ഞൂടെ, ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു വണ്ടിക്ക്, സ്റ്റോളിംഗ് ഇഷ്യൂ ഉണ്ടായിരുന്നു. എനിക്ക് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്രോളിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രണ്ടിയർ ആയിട്ടുള്ള എഞ്ചിനാണ്. അത് നിങ്ങൾ ഓടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. വണ്ടി ഭയങ്കര ചാടി നിൽക്കുന്ന ടൈപ്പാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ഓവറോൾ നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി പ്രിറ്റി ഗുഡ് ലുക്കിംഗ് മോട്ടോർ സൈക്കിൾ. ഭയങ്കര നീട്ടം ഉണ്ടോ പറയണം. ഷോർട്ട് കണ്ടൊക്കെ അത്ര നീട്ടമുണ്ട് ഈ വണ്ടിയുടെ വീൽ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് എടുത്തു പറയാൻ കാര്യം, നിങ്ങൾ ഈ വണ്ടിയൊക്കെ യൂട്ടേൺ അടിക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഫുൾ ടേണിങ് ചെയ്തിട്ട് യൂട്ടേൺ അടിക്കരുത്, മലന്നടിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഈവൻ ഈ ഒരു ടെസ്റ്റ് വണ്ടി പോലും ഇവിടെ ടെസ്റ്റ് ഡ്രൈവ് അടിച്ചിട്ട് ഒരുപാട് ഒരു യൂട്ടേൺ എടുക്കാൻ നേരത്ത് മറിഞ്ഞു കുത്തി വീണിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഈ വണ്ടിയുടെ എത്ര വേരിയൻറ്റ് വരുന്നുണ്ടെന്ന് പറയാം. നമുക്ക് ഈ വണ്ടി ആക്ച്വലി 5 വേരിയൻറ്റ് വരുന്നുണ്ട്. ഈ 5 വേരിയൻറ്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് ടോപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം ബേസിക്കലി സെയിം ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ആ വ്യത്യാസം വരുന്നത് കളർ വൈസ് ആണ്. ഇതാണ് ബേസ്, നമ്മുടെ കാസ ബ്രൗൺ എന്ന് പറഞ്ഞിട്ട് ബേസ് വേരിയൻറ്റ് വരുന്ന ഇതാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം 3,91,000 രൂപയാണ് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ഒരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഒരു എന്താ പറയുക ചന്ദനക്കുറിയുടെ പോലത്തെ കളറാണ്. ഒരു ഡൾ വൈറ്റ്, ഓഫ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ഡൾ വൈറ്റ് ആണ്. ഇതിൻ്റെ മുകളിൽ പാസ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റ് വരുന്നുണ്ട്. അതിന് നമുക്ക് ആക്ച്വലി 2 കളർ വരുന്നുണ്ട്, സ്ലേറ്റ് പോപ്പി ബ്ലൂ ആൻഡ് സ്ലേറ്റ് ഹിമാലയൻ സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു നാഡോ ഗ്രേയിൽ ബ്ലൂ ആൻഡ് റെഡ്, ഐ മീൻ റെഡിഷ് പിങ്ക് അങ്ങനത്തെ ഒരു കളറിൽ വരുന്നുണ്ട്. 2 കളർ വരുന്നുണ്ട്. അതിനകത്ത് ഏകദേശം 3,98 അങ്ങനെ എന്തോണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഞാൻ കൃത്യമായിട്ട് താഴായിട്ട് കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ മേൽ വരുന്നത് നമ്മുടെ കാമറ്റ് വൈറ്റ് ആണ്. ഒരു മൗണ്ടൻസിൻ്റെ സ്റ്റിക്കറൊക്കെ അടിച്ചിട്ടുള്ള ഒരു വേരിയൻ്റ് ഉണ്ട്, വൈറ്റ് കളറാണ്. അതാകുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് 4,02,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്.
പിന്നെ അതിന് മേലിരിക്കുന്നത് ഹാൻലെ ബ്ലാക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെമിലർ ആയിട്ടുള്ള ഒരു ഗോൾഡൻ വീൽ വരുന്ന ഒരു വണ്ടി വിത്ത് ഒരു ഗോൾഡൻ ആക്സെൻറ്റ്. അതാകുമ്പോഴത്തേക്ക് ഏകദേശം 4,80,000 രൂപ കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. 2025 ഒരു മന്ന ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു ബ്ലാക്ക് വേരിയൻ്റ് അവർ ലോഞ്ച് ചെയ്തു. അത് കുറച്ച് ഡിഫറൻ്റ് ആണ്. അതിനാകുമ്പോഴത്തേക്കും ആക്ച്വലി നമുക്ക് റാലി സീറ്റാണ് വരുന്നത്, സിംഗിൾ സീറ്റ് ആയിരിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കൂടാണ്ട് തന്നെ ക്രോസ് സ്പോക്ക് വീല് അതിന് സ്റ്റാൻഡേർഡാണ് വരുന്നത്. പിന്നെ ഹാൻഡ് ഗാർഡും സ്റ്റോക്ക് വരുന്നുണ്ട്. അതിനാകുമ്പോഴത്തേക്കും നമുക്ക് 4,29,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരും. ഹാൻഡ്ലെ ബ്ലാക്ക് വെച്ച് ആകുമ്പോഴത്തേക്കും ഏകദേശം 21,000 എക്സ്ട്രാ കൊടുക്കണം. കാരണം ഓഫ് കോഴ്സ് റാലി കിറ്റ്, ക്രോസ് സ്പോക്ക് വീല്, ഹാൻഡ് ഗാർഡ്, ആ ഒരു പ്രൈസ് അതിനൊക്കെ ആഡ് ഓൺ ആവും. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും ചോദിക്കാം, ബ്രോ എനിക്ക് മാന്ന ബ്ലാക്കിൽ റാലി സീറ്റാണ് കിട്ടിയത്, തിരിച്ച് ഈ സീറ്റ് ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ പറ്റില്ല, നിങ്ങൾ എക്സ്ട്രാ ഇത് മേടിച്ച് വെക്കേണ്ടി വരും. അതിന് സ്റ്റോക്ക് സ്ക്രാംബ്ലർ സീറ്റാണ് വരുന്നത്. പിന്നെ ചോദിക്കാം, നമുക്ക് ഈ പറഞ്ഞ കാസ ബ്രൗണിനോ അല്ലെങ്കിൽ സ്ലോപ്പി ബ്ലൂവിനോ ഈ പറഞ്ഞ ക്യാമറ്റ് വൈറ്റിനോ നിങ്ങൾക്ക് ക്രോസ് സ്പോക്ക് വീല് വേണം അല്ലെങ്കിൽ സ്ക്രാംബ്ലർ കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ യെസ്, നിങ്ങൾക്ക് വണ്ടി മേടിക്കുമ്പോൾ അത് ഓർഡർ ചെയ്തിട്ട് മേടിക്കാം. വണ്ടി ഡെലിവറി ചെയ്തിട്ട് പിന്നെ മേടിക്കാൻ നിൽക്കരുത്, ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ഞാൻ വ്യത്യാസം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വണ്ടി ബുക്ക് ചെയ്യണം, ആ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ക്രോസ് സ്പോക്ക് വീല് വേണം. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഹിമാലയന് ട്യൂബ്ഡ് വീലാണ് വരുന്നത്. നമുക്ക് ക്രോസ് സ്പോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഹെവിയർ ആണ്. അത് കൂടാണ്ട് തന്നെ നമുക്ക് ട്യൂബ്ലെസ് ആയിട്ടുള്ള വീല് അതിൽ കിട്ടും. അതാണ് ക്രോസ് സ്പോക്കിൻ്റെ സവിശേഷത എന്ന് പറയുന്നത്. ഡിസൈൻ വൈസും കുറച്ച് വ്യത്യാസമുണ്ട്. അത് നമുക്ക് ഈ ഒരു ലെറ്റ്സ് ടേക്ക് കാസ ബ്രൗൺ എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് ഇത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 17,000 രൂപ നമ്മൾ വണ്ടി മേടിക്കുമ്പോൾ ആഡ് ചെയ്തെടുക്കാം. സ്ക്രാംബ്ലർ കിറ്റ് വേണമെങ്കിൽ ഏകദേശം 14,000-16,000 രൂപ കൃത്യത പ്രൈസ് കാണിച്ചു തരാം, നിങ്ങൾക്ക് ആഡ് ഓൺ ആയിട്ട് എടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ ക്രോസ് സ്പോക്ക് വീല് വണ്ടി മേടിച്ച ശേഷം പുറത്തിറക്കിയിട്ടാണ് പിടിക്കുന്നതെങ്കിൽ ക്രോസ് സ്പോക്ക് വീല് മാത്രം ഏകദേശം 37,000 രൂപ വരുന്നുണ്ട്. യെസ്, അത്രയും പ്രൈസ് വ്യത്യാസമുണ്ട്. സോ 20,000 ഇൻസ്റ്റൻ്റ് സേവ് ചെയ്യാം നിങ്ങൾ വണ്ടി മേടിക്കുമ്പോൾ തന്നെ ആ ഒരു വീല് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അതുകൂടാണ്ട് വണ്ടിക്ക് ആക്സറി എന്ന് പറയാനുള്ളത് ഈ ഒരു ടോളർ വിൻഷ്യം വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഹാൻഡ് ഗാർഡ് വരുന്നുണ്ട്, പിന്നെ ക്രാഷ് ഗാർഡ് വരുന്നുണ്ട്, ബാഷ് പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇത് കണ്ടോ, ഇതെനിക്ക് തോന്നുന്നു ആക്സറി കയറ്റിയേക്കാണ്. ഈ ഒരു റേഡിയേറ്റർ ഗാർഡ് വരുന്നുണ്ട്, പാനിയേഴ്സ് വരുന്നുണ്ട്, ടോപ്പ് ബോക്സ്, സൈഡ് ബോക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറ്റുമെങ്കിൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കാണിച്ചാൽ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ ആക്സസറീസ് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു പൂർ ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറയണം. കാരണം എക്സാക്ട്ലി നമ്മുടെ ഈ ഒരു ഹണ്ടറിലും ക്ലാസിക്കിലൊക്കെ കണ്ടുവന്നത് സെയിം ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ്. അത് ഓവറോൾ വണ്ടി നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഹോൾ ബൈക്ക് ഈസ് വെരി ബിഗ്, ബട്ട് ഈ ഒരു ഹെഡ്ലൈറ്റ് ഭയങ്കര കുട്ടിയായിട്ട് തോന്നും. പിന്നെ ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള വിൻസ്ക്രീൻ കാണാം. ഇത് അഡ്ജസ്റ്റബിൾ ഒന്നും അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഫ്റ്റർ മാർക്കറ്റ് അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് തന്നെ ടോളർ ആയിട്ടുള്ള വിൻസ്ക്രീൻ മേടിച്ചിടാം. കാരണം ഈ വണ്ടിക്ക് ഈ ഒരു സ്റ്റോക്ക് വെച്ചിട്ട് ഒരുപാട് വിൻ പ്രൊട്ടക്ഷൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. പിന്നെ ഇവിടെ ഒരു ബീക്ക് കാണാം. അത് കൂടാണ്ട് തന്നെ താഴെ എക്സ്റ്റൻഡ് ആയിട്ടുള്ള മഡ് ഗാർഡ് ഉണ്ട്. സോ ചെളിയൊന്നും അടിച്ച് റേഡിയേറ്ററിൽ തെറിക്കില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു 43 mm വളരെ മാസീവ് ആയിട്ടുള്ള ലോങ് ആയിട്ടുള്ള ഷോവയുടെ 200 mm ട്രാവലുള്ള USD ഫോർക്ക് വരുന്നുണ്ട്. പിന്നെ ഫോർക്ക് സീൽ പൊട്ടാതിരിക്കാനൊക്കെ ആയിട്ടും ചെളി അടിച്ച് തെറിക്കാനായിട്ടും ഇങ്ങനെ ഫോർക്കിനൊരു കവർ പോലെ മഡ് ഗാർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് 21 ഇഞ്ച് സ്പോക്ക് വീലാണ് വരുന്നത്. ഞാൻ പറഞ്ഞു ഇത് നോർമൽ സ്പോക്ക് വീലാണ്, അതുകൊണ്ട് തന്നെ ഇത് വിത്ത് ട്യൂബാണ് വരുന്നത്. നമുക്ക് 90 സെക്ഷനാണ് C8ൻ്റെ ടയർ വരുന്നത്. പിന്നിലാവട്ടെ നമുക്ക് 140/80 ടയറാണ് അഗൈൻ C8ൻ്റെ ആണ്. ബാക്കിൽ നോക്കുകയാണെങ്കിൽ 17 പ്രൊഫൈലാണ്. ഭയങ്കര വീടായിട്ടൊരു പ്രൊഫൈലാണ്. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫൈൽ ആദ്യമായിട്ടാണ് കാണുന്നത്. കാരണം നോർമലി നോക്കുകയാണെങ്കിൽ 21/18 ആയിരിക്കും, ബട്ട് ദിസ് ഇസ് റിയലി വെയിറ്റ് 21/17 ആണ് ബാക്കിൽ വരുന്നത്. ഇവിടെ മെറ്റാലിക് ആയിട്ടൊരു ടാങ്ക് കാണാം. ഏകദേശം 17 ലിറ്ററാണ്. മൈലേജ് ചോദിക്കുകയാണെങ്കിൽ ഡിപ്പെൻസ്, നിങ്ങൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഒരു 25 to 30 ഇതിൻ്റെ ഇടയ്ക്ക് ആണ് ഒരു ഹൈവേയിൽ കിട്ടുന്നത്. അതല്ല നിങ്ങൾ ലിപ്പിച്ച് ഓടിക്കുകയാണെങ്കിൽ 22 വരെ പോകാൻ ചാൻസ് ഉണ്ട്. സോ ഇതിന് വരുന്നത് നമുക്ക് ഒരു പെരിമീറ്റർ ഫ്രെയിം പോലത്തെ ഫ്രെയിമാണ്. എഞ്ചിൻ ആസ് എ സ്ട്രെസ് മെമ്പറാണ് ആക്ട് ചെയ്യുന്നത്. കാണാനായിട്ട് പറ്റും. എഞ്ചിൻ ഇവിടെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. റോയൽ എൻഫീൽഡിൻ്റെ ആക്സസറി കയറിയൊക്കെയാണ്. പിന്നെ കാണാനായിട്ട് പറ്റും സ്പൈക്ക് ആയിട്ടുള്ള ഫുഡ് പെക്സ് വരുന്നുണ്ട്, റബ്ബർ കുഷൻ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് അഴിച്ച് കളയാം. കണ്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടോ സ്വിംഗം ഷാസിയുടെ പുറത്ത് മൗണ്ട് ചെയ്ത് കണ്ടേക്കണം. അതുകൂടാണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക്കറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഈ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ. സോ കാലൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ഭയങ്കര ഈസിയാണ്, എഴുന്നേറ്റിക്കാനും ഭയങ്കര ഈസിയാണ്. ഈ ഒരു ഭാഗം സ്ലിം ആയതുകൊണ്ട് തന്നെ. സീറ്റ് ഹൈറ്റ് നോക്കുകയാണെങ്കിൽ 825 ആണ്. 2 ടൈപ്പ് സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 805 mm ലോ സീറ്റ് ഹൈറ്റ് ആക്കാം. അത് ഇത് തന്നെ അഡ്ജസ്റ്റ് ചെയ്യണതാണ്. അല്ല ഇത് കൂട്ടി നിങ്ങൾക്ക് 845 ആയിട്ട് കൂട്ടാനും പറ്റും. സോ ഓപ്ഷനായിട്ട് നിങ്ങൾക്ക് 845ലേക്കും പോകാം, 805ലേക്ക് പോകാം. ആ സ്റ്റാൻഡേർഡ് 825 ആണ് വരുന്നത്. പില്ലിയൻ കംഫർട്ടും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം വലിയ സീറ്റാണ്. സീറ്റ് കുറച്ചൊന്ന് ഹാർഡായിട്ട് തോന്നിയേക്കാം ഫസ്റ്റ് ടൈം കയറുമ്പോഴത്തേക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ടൂറിംഗ് സീറ്റ് കയറ്റാം. ഞാൻ വേണമെങ്കിൽ ടൂറിംഗ് സീറ്റ് കയറ്റി ഒരു വണ്ടിയുടെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ പിന്നിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്ററും ലൈറ്റും ഇൻ്റഗ്രേറ്റഡ് ആണ്. പിന്നെ സൈഡിൽ കുട്ടി സാരി കാർഡ് കാണാം. പഴയ ഹിമാലയൻ നൈസാണ്. ഒരുപാട് കൺസോളൊക്കെ ആയിട്ട് എസ്പെഷ്യലി നൈറ്റ് ഓടിക്കുമ്പോണ്ടല്ലോ അത് നല്ല രസമാണ്. ഹിമാലയൻ 440 വരുന്നുണ്ട്. യെസ്, സ്ക്രാം 440യുടെ അതേ എഞ്ചിൻ വെച്ചിട്ട് ഹിമാലയൻ 440 കൂടി വരുന്നുണ്ട്. അത് എവിടെ സ്ലോട്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രാമിൻ്റെയും ഹിമാലയൻ 450യുടെയും ഇടയ്ക്കായിരിക്കും. സോ അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ഫോട്ടോ കാര്യമൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. എന്ന് വരും എന്നോട് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ നമുക്ക് ഈ വണ്ടിക്ക് ക്ലച്ച് ലിവേഴ്സും ബ്രേക്ക് ലിവേഴ്സും ഒന്നും അഡ്ജസ്റ്റബിൾ അല്ല, വിച്ച് ഷെയിം. സ്വിച്ച് കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹോം കാണാം,
ഹെഡ്ലൈറ്റ്, ഹൈ ബീം, ലോ ബീം, പാസ്, ഇൻഡിക്കേറ്റർ, ഹോണ്, ജോയ്സ്റ്റിക് ഉണ്ട് ടോഗിൾ ചെയ്യാനായിട്ട്. പിന്നെ എൻജിൻ കിൽ സ്വിച്ച് വരുന്നുണ്ട്. പിന്നെ മോഡ് ഉണ്ട്, ഹസാർഡ് സ്വിച്ച് ഉണ്ട്. ഞാൻ പറഞ്ഞു 2 മോഡ്, എക്കോയും പെർഫോമൻസും. ഞാൻ കൺസോൾ അധികം പോകുന്നില്ല, കാരണം ക്യാമറ ആയിട്ട് അത്ര അങ്ങോട്ട് സിങ്ക് അല്ല, എപ്പോഴും ഒരു ഫ്ലിക്കറിങ് പോലെ കാണിക്കും കണ്ടോ. പിന്നെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടോ ചെറിയൊരു Type-C USB ചാർജറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഞാൻ ജസ്റ്റ് വണ്ടിയുടെ സീറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഞാൻ പറഞ്ഞു നമുക്കിതിന് 825 mm ആണ് വരുന്നത്. നമുക്ക് വേണമെങ്കിൽ 805 ആക്കാം, അല്ലെങ്കിൽ കൂട്ടിയിട്ട് 845 ആക്കാം. എൻ്റെ ഹൈറ്റ് 179 cm ആണ്. ഇതാണ് ഞാൻ കയറുന്നിട്ടുള്ള വ്യൂ. പ്ലാനറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഷൂ ഉള്ളതുകൊണ്ട് തന്നെ ഹാഫ് ഫുട്ടാണ്. പിന്നെ ഹാൻഡിൽ ബാർ കുറച്ച് നമ്മുടെ അടുത്താണ്, ഒരുപാട് ഇങ്ങനെ ടച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടോ തൊട്ടടുത്താണ് ഹാൻഡിൽ ബാർ ഇരിക്കുന്നത്. ഭയങ്കര വൈഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ ആട്ടോ, ന്യൂട്രൽ ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷനാണ്. നമുക്ക് കയറിയിരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കേണ്ടി വരും. സൈഡ് സ്റ്റാൻഡാണ്, വലിയ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈസിലി ഇവിടെ എഴുന്നേറ്റിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഗായ്സ് നമുക്ക് വണ്ടി ഇവിടെ നിന്നിട്ട് മാറ്റാം കേട്ടോ. നിങ്ങൾ ഈ ഫ്ലിക്കറിങ് ബോദർ ചെയ്യണ്ട കേട്ടോ, അത് ഉള്ളതാണ്. ഈ ഹിമാലയനും ഗോറിലയ്ക്കും അതെ ഈ ഫ്ലിക്കറിങ് ഉണ്ട്. ക്ലച്ച് ഇസ് റിയലി നൈസ് ഗൈസ്. നമുക്ക് ആക്ച്വലി സിറ്റിയിൽ ഓടിക്കാം, കാരണം ഓൾറെഡി ഹൈവേ കേപ്പബിൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം അഫ്കോഴ്സ് ഇത്രയും ടോർക്കും ഇത്ര ലോങ്ങറായിട്ടുള്ള വീൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പർ ഒരു ഹൈവേ ടൂർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 3rd ഗിയറിലാണ് പോണേ. മാക്സിമം നമുക്ക് 3rd ഗിയറിൽ തന്നെ പോവാം. വണ്ടി വൺസ് കയറി എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വളയ്ക്കാനൊക്കെ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. നമ്മൾ പുറമേ നിന്ന് കാണുന്ന പോലെയല്ല, ഇറ്റ്സ് വെരി ലൈറ്റ് എന്ന് പറയണം. ഞാൻ ടോർക്ക് ഇക്കിൻ ടോർക്ക് നോക്കി. ഒരുപാട് ഷോർട്ട് ഗിയറും അല്ല, ഒരുപാട് ലോങ് ഗിയറും അല്ല, സ്പ്രെറ്റ് ഈവൻ. വേറൊരു കാര്യം ഇമ്മീഡിയറ്റ്ലി നോട്ടീസ് ചെയ്തത് വണ്ടിയുടെ ഗിയർ ബോക്സ് ആണ്. അപ്പ് ഷിഫ്റ്റ് കൊള്ളാം, നൈസ്, വെരി സ്ലിക്ക് പറയണം, സ്മൂത്താണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫ്രം എ സ്ലിപ്പർ ക്ലച്ച് വണ്ടി. ബട്ട് ഡൗൺ ഷിഫ്റ്റ് ഉണ്ടല്ലോ ചെറിയൊരു ഹാർഡ് പോലെ, ഒരു പിടുത്തമുള്ള പോലെ. വേറെ ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം കേട്ടോ, അല്ലെങ്കിൽ എൻ്റെ മാത്രമാണോ അല്ലെങ്കിൽ ഈ ഒരു വണ്ടിയുടെ ഇഷ്യൂ ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഇമ്മീഡിയറ്റ്ലി ടോർക്കാണ് വണ്ടിയുടെ ഫീൽ ചെയ്യുന്നത് ശരിക്കും. ഞാനിപ്പോൾ കൈ ഒന്ന് പയ്യെ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി ഇത് കണ്ടോ ശരിക്കും ചാടും. ഡൈവിൻ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെക്റ്റഡ് ഡൈവിനുള്ളൂ. ഒരു 200 mm സസ്പെൻഷൻ ട്രാവലുള്ള വണ്ടിയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഡൈവിനേ ഉള്ളൂ. ഒരുപാട് എഫേർട്ട് വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ട്രാക്ടബിലിറ്റി എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് 4th ഗിയറിൽ ക്രൂസ് ചെയ്യാം. 4th ഗിയറിൽ 30 ഒക്കെ പറ്റൂല, നന്നായിട്ട് അടിക്കണ്ടേ. 3rd ഗിയർ സിറ്റിയിൽ ഓടിക്കാൻ 3rd ഗിയർ മതി. ബട്ട് 20 താഴെ പോകാൻ നോക്കാം. ടൈറ്റ് ട്രാഫിക്കിലാണ് കിടക്കണേ. വലിയ കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ വെയിറ്റ് ബോധേഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിൽ വലിയ കുഴപ്പമില്ല. എപ്പോഴാണ് ബോധറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സ്ലോപ്പിലൊക്കെ കൊണ്ടിട്ടിട്ട് പിന്നോട്ട് വലിക്കില്ലേ, അപ്പം ചെറുതായിട്ടൊന്ന് വെയിറ്റ് ഫീൽ ചെയ്യും. ബ്രേക്കിംഗ് വളരെ ലീനിയറാണ് കേട്ടോ. ABS ഇൻ്റർവെൻഷൻ ഉണ്ട്. മെയിൻലി ടൂറിങ് നോക്കുന്നുള്ളവർക്ക് എടുക്കാം. ടൂറിങ്ങിന് അടിപൊളിയായിരിക്കും, കാരണം ഇത്രയും വീൽ ബേസും ഒരു 17 ലിറ്റർ ടാങ്ക് കൂടെ ആകുമ്പോഴത്തേക്കും ഈസിലി നന്നായിട്ട് ടൂർ ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞു ക്ലച്ചൊന്നും വലിയ ഹെവി ഒന്നുമല്ല, സുഖമായിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ ടൂറിങ് നൈസാണ്. ആകെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറ്റുമെങ്കിൽ ടോളറായിട്ടുള്ളൊരു വിൻസ്ക്രീൻ മേടിച്ചിടാം. അത് മാത്രമേ എനിക്ക് എൻ്റെ ഇതിൽ നിന്ന് അഡ്വൈസ് ചെയ്യാനുള്ളൂ. വേറെ മോഡിഫിക്കേഷൻ സീറ്റ് ഒന്ന് ഫോം ചെയ്താൽ നന്നായിരിക്കും, ഓപ്ഷനിലാണ്. കാരണം കുറേ നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ഹാർഡ്നെസ് പോലെ തോന്നുന്നുണ്ട്. 4500 RPM ചെറിയൊരു വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് എസ്പെഷ്യലി നിങ്ങൾ റോങ് ഗിയറിലാണെങ്കിലും അതല്ല ഹയർ ഗിയറിലാണെങ്കിലും ആ ഒരു വൈബ്രേഷൻ കിട്ടും. ബട്ട് ഓവറോൾ സ്മൂത്താണ് കേട്ടോ. ഈ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഓടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. കാരണം ഇപ്പോൾ ഒരു വൈബ്രേഷൻ, ഇപ്പോഴും വൈബ്രേഷൻ, ബട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊക്കോളും. ഒരു സിംഗിൾ സിലിണ്ടറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ഉള്ളൂ കേട്ടോ. കാരണം ഒരു ആലോചിച്ച് വെക്കുക, 452cc സിംഗിളാണ്. സോ
വൈബ്രേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഹീറ്റിംഗ് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ചെറുതായിട്ട് ഒരു ഹീറ്റ് പോലെ തോന്നുന്നുണ്ട്. ഡ്യൂക്കിൻ്റെ അത്ര ഒന്നുമില്ല കേട്ടോ. ഒരു ടിപ്പിക്കൽ നമ്മൾ ഈ 100 ഓടിക്കില്ലേ, 100ൻ്റെ ലെവൽ ഒരു ഹീറ്റിംഗ് ഉണ്ട്. അനോയിങ് ഒന്നുമല്ല. അപ്പോൾ ഗായ്സ് അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ ബൈ.